അപ്പോൾ ഈ ഓണത്തിന് നമുക്ക് ശർക്കര കൊണ്ട് ബോളി ഉണ്ടാക്കിയാലോ? സാധാരണ കർക്കണ്ടും പഞ്ചസാരയൊക്കെ പൊടിച്ചാണ് ബോളി ഉണ്ടാക്കാറ്. ഞാൻ പക്ഷേ ശർക്കര കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. കാരണം ഇവിടെ കുട്ടികൾക്ക് ശർക്കര കൊണ്ട് ഉണ്ടാക്കി കൊടുത്തപ്പോൾ നല്ല ഇഷ്ടമായിരുന്നു. അതിനായി ശർക്കര പാനി അച്ചാൻ വച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പൊടിച്ച ചുക്കും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു പാൻ എടുത്ത് അതിലേക്ക് 2 മണിക്കൂർ കുതിരാൻ വെച്ച കടലപ്പരിപ്പ് ഒരു 4 വിസിൽ വരെ വേവിച്ചിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് വന്ന പാനി നമുക്ക് അതിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം. ശേഷം ഇതൊന്ന് ഹൈ ഫ്ലെയിമിലിരുന്ന് നന്നായി വറ്റി വരണം. ആ സമയത്തേക്ക് നമുക്ക് ഇതിനായിട്ടുള്ള മാവ് കുഴച്ചെടുക്കാം. അതിനായി മൈദ മാവിൽ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഫുഡ് കളറായിട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തിയേക്കാളും ചെറിയൊരു ലൂസ് കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ നന്നായിട്ട് കുഴയ്ക്കണം. മൈദ ആയതുകൊണ്ട് തന്നെ കയ്യിലൊക്കെ നന്നായി ഒട്ടിപ്പിടിക്കും. പക്ഷെ അത് കാര്യമാക്കണ്ട. ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് കുറച്ചൊരു നല്ലെണ്ണ ഒന്ന് തേച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുറച്ച് ലൂസായിരിക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു കുഴച്ച മാവ് നല്ലെണ്ണയിൽ മുക്കി ഒരു 2 മണിക്കൂറെങ്കിലും ഇടണമെന്നാണ്. എനിക്ക് 2 മണിക്കൂർ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അരമണിക്കൂർ ആയപ്പോഴത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പം നല്ല വേണം ഇതിൻ്റെ മേൽ വരെ എത്തുന്ന രീതിക്ക് നല്ലെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അതങ്ങനെ മുങ്ങി ഒരു 2 മണിക്കൂർ കിടക്കണം. ആ സമയത്തേക്ക് ഞാൻ കടല നോക്കാൻ ചെന്നപ്പോൾ നമ്മുടെ അപ്പുക്കുട്ടൻ കൊതിയും നോക്കി നിൽപ്പുണ്ട്. അങ്ങനെ ഭാവത്താന് ഞാനൊരു പ്ലേറ്റിൽ കുറച്ച് ഇട്ട് കൊടുത്തപ്പോൾ സന്തോഷത്തോടെ അതും കൊണ്ടുപോയിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് ഇളക്കിയിട്ട് ഇത് നമുക്ക് ഈ പാനിൽ നിന്ന് വിട്ട് വരണ ഒരു പരുവവും അതുവരെ നമുക്ക് ഇളക്കണം. നന്നായിട്ട് ഇളക്കി ഉടച്ചെടുക്കുമ്പോഴത്തേക്ക് റെഡിയാവും. അതെന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വെക്കണം. തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. ഇനി നേരത്തെ കുഴച്ച് വെച്ച മൈദമാവ് ചെറിയ പോർഷൻ എടുത്ത് കൈര വെള്ളയിൽ വെച്ചൊന്ന് പരത്തിയെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഓരോ ഉരുളയായിട്ട് വെച്ചിട്ട് 2 വിരലുകൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ എക്സ്ട്രാ മാവ് പുറത്തേക്ക് വരും. അതങ്ങോട്ട് മാറ്റി മറ്റേ പ്ലേറ്റിലോട്ട് തന്നെ വയ്ക്കണം. കാരണം വെച്ചാൽ നമുക്കൊരു തിൻ ലെയർ മതി പുറമെ. അപ്പോൾ ഒരുപാട് മൈദയുടെ ആവശ്യമില്ല. എന്നിട്ട് നമ്മളിത് അരിപ്പൊടിയിൽ മുക്കിയാണ് ചപ്പാത്തിക്ക് പരത്തണ പോലെ പരത്തിയെടുത്ത് ചൂടായിട്ടുള്ള തവയിൽ വെച്ച് നെയ്യ് പുരട്ടി തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് ചുട്ടെടുക്കാം. അപ്പം നമ്മുടെ നെയ്യ് ബോളി റെഡിയായി വരും. അടിപൊളി ടേസ്റ്റാണ്. പഞ്ചസാരയും കർക്കണ്ടും ഉപയോഗിച്ചാൽ യെല്ലോ കളറിൽ തന്നെ ഇരിക്കും കേട്ടോ. എനിക്കിത് ബ്രൗൺ കളറായത് ശർക്കര ഉപയോഗിച്ചാണ്. അപ്പം നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ്. നമുക്കത് പാൽപ്പായസത്തിൻ്റെ കൂടെ കുടിക്കാൻ പറ്റും. ഞാനിവിടെ പാൽപ്പായസം ഉണ്ടാക്കിയിട്ട് നിങ്ങളെ കാണിക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അതിന് മുന്നേ എനിക്ക് ഉണ്ടാക്കിയ സാധനം തീർന്നുപോയി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റായിട്ട് പറയണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ, ലവ് യു all.